ഞാനെന്ത് ചെയ്തു, അന്ന് വ്യക്തിപരമായി എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞു. ഞാൻ നേരെ പരിശുദ്ധബലിക്കായിട്ട് എൻ്റെ പള്ളിയിലേക്ക് പോയി. കുർബാനയ്ക്ക് ശേഷം ഞാൻ നേരെ എൻ്റെ വീട്ടിൽ കയറാതെ ഞാൻ നേരെ വീട്ടിൽ ചെന്ന് പോയത് ആ വീട്ടിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ അവരുടെ ബന്ധത്തിലോ പരിചയത്തിലോ ഒക്കെ ഉള്ള അയലോകത്തൊക്കെ ഉള്ള 2-3 ചേച്ചിമാരവിടെയുണ്ട്. പിന്നെ ആ വീട്ടുകാരും ഉണ്ട്, ആ വീട്ടിലെ ചേച്ചിയുണ്ട്. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് ഒരു കൊന്ത ചെല്ലാം. അവർ ഓക്കെ പറഞ്ഞു. അവിടെ ഒരു പായ ഉണ്ടായിരുന്നു. അവിടെ ആ അമ്മ ഇങ്ങനെ ശ്വാസം പിടിച്ച് കിടക്കുന്നു. ആ അമ്മയുടെ അടുത്ത് മുട്ടുകുത്തി നിന്ന് ഒരു ജപമാല ചെല്ലും ആ ചേച്ചിമാരും കൂടി. അതിനുശേഷം ഞാൻ എൻ്റെ കയ്യിരുന്ന കൊന്ത ആ അമ്മയുടെ നെറ്റിയിൽ വെച്ച് അല്പസമയം പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, മോനെ നാളത്തെ കഴിഞ്ഞ് ഈ അമ്മ മരിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് കടന്നു പോന്നു. ഈ അമ്മ മരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞിരുന്ന അന്ന് പ്രഭാതം ഒരു വെളുപ്പിനെ 3 മണിക്ക് എൻ്റെ അയൽവാസിയായ മറ്റൊരു ചെറുപ്പക്കാരൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്നിട്ട് എന്നെ വിളിച്ചു. ഞങ്ങൾ കുടുംബസമേതം ഞങ്ങൾ ഉറക്കത്തിലാണ്. അവൻ്റെ വിളി കേട്ട് ഞാൻ ഉറക്കമുണർന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഇന്ന വീട്ടിലെ അമ്മ മരിച്ചു കേട്ടോ, ആ ചേട്ടത്തി മരിച്ചു കേട്ടോ എന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വെക്കുകയാണ്. 2-3 കാരണങ്ങളാൽ ഇങ്ങനെ മരിക്കാറായിട്ടും ആത്മാവ് വിട്ടുപിരിയാതെ ഇങ്ങനെ മനുഷ്യൻ ഇങ്ങനെ ശ്വാസം വലിച്ചു കിടക്കും. ഒരു കാരണവശാലും നല്ല മരണം കിട്ടത്തില്ല. ഒന്ന്, ജീവിച്ചിരിക്കുന്ന കാലത്ത് 1-ാം പ്രമാണത്തിനെതിരായിട്ട് പാപം ചെയ്ത് മന്ത്രവാദം, കൂടോത്രം, ആഭിചാര പ്രവർത്തികൾ ചെയ്ത വ്യക്തികൾ മരിക്കാനായിട്ട് കിടന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവരുടെ ആത്മാവ് ആ ശരീരം വിട്ടു പോകുന്നില്ല. 2ാമത്, ഉത്തിരിപ്പുകടം, അതായത് പൈസ ജീവിച്ചിരുന്ന കാലത്ത് മറ്റുള്ളവരോട് പണം മേടിച്ചിട്ട് കൊടുക്കാതെ മറ്റുള്ളവരെ പറ്റിച്ചിരിക്കുന്നത്, അത് പണമായിട്ടും സ്വത്തായിട്ടും സ്ഥലമായിട്ടും ഒക്കെ മറ്റുള്ളവരെ കബളിപ്പിച്ച് ജീവിച്ച വ്യക്തികൾ, അങ്ങനെ ഒത്തിരി സമ്പത്ത് നേടിയ വ്യക്തികൾ. 3ാമത്തേന്ന് പറഞ്ഞാൽ നേർച്ചക്കടമുള്ളവർ. നേർച്ചക്കടമുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു കാരണവശാലും അവരുടെ ജീവൻ വിട്ടു പിരിയുകയില്ല. നമ്മൾ പ്രത്യേകമായിട്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ മരിക്കാനായിട്ട് പിന്നെ എന്ത് ചെയ്യണം?